ഹലോ, എല്ലാവർക്കും ഗൈഡൻസ് പ്രൊവൈഡറിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ വീഡിയോ 7ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ ആദ്യത്തെ പാഠമായ വിളയിക്കാം നൂറുമേനി എന്നതാണ്. ഇതിൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ. ഇത് പാർട്ട് 1 നമ്മൾ നേരത്തെ ചെയ്തു കഴിഞ്ഞു. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് കൃഷി കാര്യങ്ങളൊക്കെയാണ് പഠിച്ചത് അല്ലേ. എങ്ങനെ കൃഷി ചെയ്യണം, എന്തൊക്കെ വിത്തുകൾ നമ്മൾ എടുക്കണം, എങ്ങനെ വിത്തുകൾ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ പഠിച്ചു അല്ലേ. പിന്നെ നമ്മൾ കമ്പൊട്ടിക്കൽ അല്ലേ, ക്രാഫ്റ്റിങ്, പിന്നെ മുകുളം മുട്ടിക്കൽ, ബെഡിങ്, പിന്നെ പതിവേക്കൽ അല്ലേ, ലെയറിങ് അല്ലേ, ഇങ്ങനത്തെ 2-3 കാര്യങ്ങൾ നമ്മൾ ഒരു പുതിയ ചെടി ഉണ്ടാക്കുന്ന രീതിയെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ പാർട്ട് 2ലും പഠിക്കാം. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഇതിൻ്റെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. നമുക്കന്നേരം നേരിട്ട് പാഠത്തിലേക്ക് പോകാം. വർഗ്ഗസങ്കരണം, ഹൈബ്രിഡൈസേഷൻ. താഴെ കൊടുത്തിരിക്കുന്ന മുളക് ചെടികളുടെ ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. അപ്പോൾ ഇവിടെ 2 ചിത്രങ്ങൾ അല്ലേ, മുളക് ചെടിയുടെ 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്, ഓരോന്നിനും എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ട് ശാസ്ത്രപുസ്തകത്തിൽ എഴുതൂ. അപ്പം ഈ 2 മുളക് ചെടിയുടെയും പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ശാസ്ത്രപുസ്തകത്തിൽ എഴുതണം. എന്തൊക്കെ നമുക്ക് എഴുതാം? ഫസ്റ്റിലത്തെ ചിത്രം ഏതാണ്? ഇനം 1 പറഞ്ഞ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ എന്തൊക്കെയാണ് പ്രത്യേകതകൾ? ഇനം 1 നല്ല നീളമുള്ള കായ്കളാണ്, കായ്കളുടെ എണ്ണം കുറവാണ്, ശിഖരങ്ങൾ കുറവാണ്, നാടൻ ഇനത്തിൽപ്പെട്ടതാണ്, അതുകൊണ്ട് രോഗപ്രതിരോധ ശേഷി കൂടുതലായിരിക്കും. അത് ആണ് ഇനം 1 ചെടിയുടെ പ്രത്യേകതകൾ, മുളക് ചെടിയുടെ പ്രത്യേകതകൾ. ഇനം 2 എന്താണ്? ചെറിയ കായ്കളാണ് അല്ലേ. കണ്ടില്ലേ നിങ്ങൾ, വ്യത്യാസം കണ്ടില്ലേ? കായ്കളുടെ എണ്ണം വളരെ കൂടുതലാണ്, കൂടുതൽ ശിഖരങ്ങൾ ഉണ്ട്. എണ്ണം കൂടുതലാണ്, അതിന് കൂടുതൽ ശിഖരങ്ങളുണ്ട് അല്ലേ. കായ്കൾ ചെറിയ കായ്കളുമാണ്. അപ്പം ഇതാണ് ഇനം 2 അല്ലേ, ഇനം 2ൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? ഈ 2 ഇനങ്ങളുടെയും ഗുണങ്ങളുള്ള ഒരു മുളക് ചെടി ഉണ്ടാക്കാൻ സാധിച്ചാൽ അതിന് എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ടായിരിക്കും? ശാസ്ത്രപുസ്തകത്തിൽ രേഖപ്പെടുത്തൂ. അപ്പോൾ ഈ 2 വ്യത്യസ്ത ചെടികളാണ് നമ്മളിപ്പോൾ പറഞ്ഞത് അല്ലേ. മുളക് ചെടിയുടെ കാര്യം പറഞ്ഞില്ലേ, 2 വ്യത്യാസമാണ്. അപ്പം ഈ ഇനങ്ങളുടെ ഗുണങ്ങളുള്ള ഒരു മുളക് ചെടി ഉണ്ടാക്കാൻ, ഒരൊറ്റ മുളക് ചെടിയാക്കി ഉണ്ടാക്കിയാൽ സാധിച്ചാൽ അതിന് എന്തെല്ലാം പ്രത്യേകതകളാണ് ഉണ്ടായിരിക്കുക? നമുക്കൊന്ന് നോക്കാം അല്ലേ, എഴുതി നോക്കാം അല്ലേ, എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടാവും എന്നുള്ളത്. വലിയ കായ്കൾ ഉണ്ടാവും അല്ലേ, വലിയ കായ്കളായിരിക്കും, കൂടുതൽ വിളവുണ്ടാവും അല്ലേ. അപ്പം ആദ്യത്തെ ഇനത്തിൽപ്പെട്ടതിന് എന്താണ്, നീളമുള്ള കായ്കളായിരുന്നു അല്ലേ, മുളകായിരുന്നു ഉണ്ടായിരുന്നുള്ളത്. പക്ഷേ മറ്റേതിന് കായ്കൾ കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് കിട്ടും, വലിയ കായ്കളാവും, കൂടുതൽ വിളവുള്ളതും കിട്ടും. വളരെ കൂടുതൽ ശിഖരങ്ങളുണ്ടാവും, രോഗപ്രതിരോധ ശേഷി കൂടുതലായിരിക്കും. അപ്പം രണ്ടും കൂടി ഒന്നാക്കി നമ്മൾ വളർത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകതകളാണിത്. ഇത്തരത്തിലൊരു തൈ എങ്ങനെ ഉണ്ടാക്കും? നമ്മൾ ഇതുവരെ പരിചയപ്പെട്ട രീതിയിൽ അനുയോജ്യമാണോ? നമ്മളിപ്പോൾ പല രീതികൾ അല്ലേ ഉണ്ട് അല്ലേ. അപ്പം ആ രീതി ഇതിന് അനുയോജ്യമാണോ? അല്ല, ആ രീതി അല്ലേ, നമ്മൾ പരിചയപ്പെട്ട രീതി അതിന് അനുയോജ്യമല്ല. 2 ചെടികളുടെയും നല്ല ഗുണങ്ങളടങ്ങിയ വിത്ത് ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചാലോ? പരാഗണം വഴിയാണല്ലോ വിത്തുണ്ടാകുന്നത്. വിവിധ പരാഗണ രീതികൾ നിങ്ങൾക്കറിയാമല്ലോ. മത്തൻ ചെടിയിലെ പരാഗണം ചിത്രീകരിക്കുന്നത് നിരീക്ഷിക്കും. അപ്പോൾ പരാഗണം വഴി എന്താണ്, പുതിയ ചെടി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അല്ലേ, ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പം അത് എന്താണ് ഇതിൽ പറയുന്നത്, മത്തൻ ചെടിയുടെ പരാഗണം ചിത്രീകരിച്ച് നിരീക്ഷിക്കൂ. അത് നോക്കണം. ഇവിടെ തന്നിട്ടുള്ള ചിത്രം എന്താണ്? ഇത് മത്തൻ ചെടിയുടെ ചിത്രമാണ്. മത്തൻ ചെടിയുടെ പൂക്കളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതെന്തൊക്കെയാണ് തന്നത്? സ്വപരാഗണം ഉണ്ട്, ഇവിടെ പരപരാഗണം ഉണ്ട് അല്ലേ. ആ 2 ചിത്രങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ സ്വപരാഗണം എന്താണ്? ഒരു പൂവിൻ്റെ പരാഗരേണുക്കൾ അതേ പൂവിൽ തന്നെ പതിക്കുകയോ അല്ലെ ആ ചെടിയുടെ മറ്റ് പൂക്കളിൽ പതിക്കുകയോ ചെയ്യുന്ന രീതിയാണ് സ്വപരാഗണം. പരപരാഗണം എന്ന് പറഞ്ഞാൽ ഒരു ചെടിയുടെ പൂവ് അതേ വർഗ്ഗത്തിൽപ്പെട്ട തന്നെ മറ്റൊരു ചെടിയുടെ പൂവിലേക്ക് പരാഗരേണുക്കൾ പതിക്കുന്ന രീതിയാണ് പരപരാഗണം. അപ്പോൾ എന്താണ്, സ്വപരാഗണത്തിലാണോ പരപരാഗണത്തിലാണോ 2 സസ്യങ്ങളുടെയും ഗുണങ്ങൾ കൂടിച്ചേരുന്നത് എങ്കിൽ എന്തുകൊണ്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏതായിരിക്കും ഉത്തരം അതിന് വരിക? അത് പരപരാഗണത്തിലാണ് അല്ലേ. എന്താണ് കാരണം? എന്തുകൊണ്ടായിരിക്കും? പരാഗരേണുക്കൾ ഒരു സസ്യത്തിലെ പൂവിൽ നിന്നും അതേ വർഗ്ഗത്തിൽപ്പെട്ട മറ്റൊരു സസ്യത്തിലെ പൂവിലേക്ക് സഞ്ചരിച്ചാൽ മാത്രമേ 2 സസ്യങ്ങളുടെയും ഗുണങ്ങൾ കൂടിച്ചേരാൻ കഴിയുകയുള്ളൂ. അങ്ങനെ അതാണ് ഇപ്പോൾ സ്വപരാഗണത്തിനേക്കാളും പരപരാഗണം നടക്കുമ്പോഴാണ് 2 ചെടികളുടെയും ഗുണങ്ങൾ ഉള്ള അടുത്തൊരു ചെടി ഉണ്ടാകുന്നത്. 2 മുളക് ചെടികളുടെയും ഗുണങ്ങളുള്ള ഒരു മുളക് ചെടി ഉണ്ടാക്കാൻ ഏതുതരം പരാഗണമാണ് നടക്കേണ്ടത്? അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഏത് തരം പരാഗണമാണ് വേണ്ടത്?
അത് പരപരാഗണം തന്നെ അല്ലേ. ആ പരപരാഗണം വഴിയാണ് രണ്ട് ചെടികളുടെയും ഗുണങ്ങളുള്ളൊരു ചെടി ഉണ്ടാക്കാൻ കഴിയുക. പ്രാണികൾ വഴി പരാഗണം നടന്നാൽ നമ്മൾ തിരഞ്ഞെടുത്ത മുളക് ചെടികൾ തമ്മിലാണോ പരാഗണം നടന്നത് എന്ന് ഉറപ്പിക്കാൻ കഴിയുമോ? ഇല്ല അല്ലേ, കഴിയില്ല. അത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ കൃത്രിമമായി പരാഗണം നടത്താൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കൃത്രിമ രീതിയിൽ പരാഗണം നടക്കുമ്പോൾ നമുക്ക് അറിയുന്ന രീതിയിൽ അല്ലേ, അത് തന്നെയാണ് ഈ മുളക് ചെടികൾ, അത് തന്നെയാണ് നമ്മൾ പരാഗണം നടത്തി ഉണ്ടാക്കിയെടുത്ത ചെടി എന്നുള്ളത് നമുക്ക് കൃത്യമായി അറിയാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാൻ കഴിയില്ലേ? തീർച്ചയായും നമുക്കതിന് കഴിയും. ആ രീതിയിൽ കൃത്രിമമായി പരാഗണം നടത്തുമ്പോൾ നമുക്കത് ഏത് ചെടിയുടെയാണെന്നുള്ള കൃത്യമായിട്ട് നമുക്ക് അറിയാൻ കഴിയും. അടുത്തെന്താണ് കൃത്രിമ പരാഗണം, ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. താഴെ നൽകിയിട്ടുള്ള കൃത്രിമ പരാഗണ ഘട്ടങ്ങൾ പരിശോധിക്കൂ. അപ്പോൾ താഴെ കൊടുത്തുള്ള അത് അല്ലേ കൃത്രിമ പരാഗണ ഘട്ടങ്ങൾ നമുക്ക് നോക്കാം, എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ കൃത്രിമ പരാഗണം നടത്തുന്ന രീതി അല്ലേ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ അതിൻ്റെ ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത്. അതൊക്കെ എങ്ങനെയാണ് എന്താ നോക്കാം. സ്വപരാഗണം തടയുന്നതിന് കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിലെ കേസരങ്ങൾ മുറിച്ചു മാറ്റുന്നു. കണ്ടില്ലേ, ചിത്രം കണ്ടില്ലേ? പിന്നെ എന്താണ്, ഈ പൂവിൽ മറ്റ് പൂക്കളിൽ നിന്നുള്ള പരാഗരേണുക്കൾ എത്താതിരിക്കാൻ പൂവ് പൊതിഞ്ഞു കെട്ടുന്നു. അവിടെ കണ്ടില്ലേ, പൂവ് കവർ കൊണ്ട് പൊതിഞ്ഞു കെട്ടിയത് കണ്ടില്ലേ? പിന്നെ എന്താണ്, ഇതേ ഇനത്തിൽപ്പെട്ട വ്യത്യസ്ത ഗുണങ്ങളുള്ള ചെടിയിലെ പൂവിൽ നിന്ന് പരാഗരേണുക്കൾ ബ്രഷിൽ ശേഖരിക്കുന്നു. അതും ചിത്രത്തിലുണ്ട്. പിന്നെ എന്താണ്, ശേഖരിച്ച പരാഗരേണുക്കൾ കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് പതിപ്പിക്കുന്നു. കണ്ടില്ലേ, ഈ ചിത്രമാണത്. പിന്നെന്താണ്, മറ്റു പൂക്കളിൽ നിന്നുള്ള പരാഗണം തടയുന്നതിനായി ഈ പൂവ് വീണ്ടും പൊതിഞ്ഞു കെട്ടുന്നു അല്ലേ. അപ്പം കൃത്രിമ പരാഗണം നടത്തേണ്ട രീതികളാണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ. അപ്പം സ്വപരാഗണം തടയുന്നതിന് അതിൻ്റെ എന്താണ് കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിൻ്റെ കേസരങ്ങൾ മുറിച്ച് മാറ്റുന്നു. പിന്നെ അത് പൂവ് കെട്ടിവെക്കുന്നു. പിന്നെ എന്താണ്, അതേ ഇനത്തിൽപ്പെട്ട മറ്റ് ചെടിയിലുള്ള വ്യത്യസ്ത ഗുണങ്ങളുള്ള ചെടിയിലെ പൂവിൽ നിന്ന് പരാഗരേണുക്കൾ ബ്രഷിൽ ശേഖരിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, മറ്റേ ചെടിയുടെ എന്താണ് കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് പതിപ്പിക്കുന്നു അല്ലേ. പിന്നെ അത് വീണ്ടും കെട്ടിവെക്കുന്നു, വേറെ പരാഗണം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടിവെക്കുന്നു. ഇങ്ങനെയാണത് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഈ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് എപ്പോഴാണ്? ഇപ്പോൾ നമ്മൾ കൃത്രിമ പരാഗണത്തിൻ്റെ രീതികൾ പറഞ്ഞില്ലേ. അപ്പോൾ ഇതൊക്കെ എപ്പോഴാണ് നടത്തേണ്ടത്? അനുയോജ്യമായ കോളങ്ങൾക്ക് ടിക്ക് അടയാളം ചേർക്കുക. ഇത് ശരി മാർക്ക് കാണുന്നില്ലേ, അത് അടയാളപ്പെടുത്തണം. ഇപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ, കുറച്ച് പൂവിൻ്റെ രീതികൾ തന്നിട്ടുണ്ട്. എങ്ങനെയാണ്, പൂവ് വിരിഞ്ഞ ഉടൻ, അല്ലെങ്കിൽ പൂവ് നന്നായി വിരിഞ്ഞ ശേഷം, അല്ലെങ്കിൽ പൂവ് വാടാൻ തുടങ്ങുമ്പോൾ. ഈ പൂവിൻ്റെ ഏത് സമയത്താണ് ഈ കൃത്രിമ പരാഗണം നടത്തേണ്ടതെന്നാണ് ചോദിച്ചത്. അപ്പോൾ അതിലേതായിരിക്കും ശരി? എപ്പോഴാണ്? പൂവ് നന്നായി വിരിഞ്ഞ ശേഷം അല്ലേ. പൂവ് അതിൻ്റെ എല്ലാ ഇതിലും വളർന്ന് അതിൻ്റെ വളർച്ച റെഡിയായി നിൽക്കുന്ന സമയത്ത് അല്ലേ, നന്നായി വിരിഞ്ഞ സമയത്താണ് ഇത് പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത്. അതാണ് നമ്മൾ ടിക്ക് മാർക്ക് ഇടേണ്ടത്. വർഗ്ഗസങ്കരണം. ഒരേ വിഭാഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളുള്ളതുമായ രണ്ട് ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി രണ്ടിൻ്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗ്ഗസങ്കരണം. ഇങ്ങനെ ഉണ്ടാക്കുന്ന വിത്തുകളിൽ നിന്ന് ഗുണമേന്മയുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കുന്നു. ഇവയാണ് സങ്കരയിനം വിത്തുകൾ. അപ്പം അതും നല്ലോണം മക്കൾ മനസ്സിലാക്കി വെക്കണേ. ചില സങ്കരയിനം വിത്തുകൾ പരിചയപ്പെടാം അല്ലേ. നമ്മൾ കുറേ വിത്തുകളൊക്കെ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇതിപ്പോൾ എന്ത് വിത്താണ്? സങ്കരയിനം വിത്തുകൾ. അപ്പോൾ ഏതൊക്കെയാണ് സസ്യം, ഏതാണ് സങ്കരയിനം വിത്തുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ അവിടെ ഒരു പട്ടിക തന്നിട്ട് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. അതൊക്കെ എന്താണെന്ന് വായിച്ചു നോക്കാം. സസ്യം ഏതാണ്? മുളക്. അതിൻ്റെ സങ്കരയിനം വിത്തുകൾ ഏതൊക്കെയാണ്? ഉജ്ജ്വല, ജ്വാലാമുഖി. ഇതൊക്കെ കേട്ടാൽ ഒരാളെ പേര് പോലെ തോന്നുന്നുണ്ട് അല്ലേ. ഇത് മുളകിൻ്റെ പേരാണ്, സങ്കരയിനം മുളകിൻ്റെ വിത്തുകളുടെ പേരാണ്. പയർ ജ്യോതിക, ഭാഗ്യലക്ഷ്മി. നെല്ല് പവിത്ര, അന്നപൂർണ. തെങ്ങ് ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര. വെണ്ട സൽകീർത്തി, കിരൺ അല്ലേ. കൂടുതലും സ്ത്രീകളുടെ പേരായിട്ടാണ് ഉള്ളത് അല്ലേ. അങ്ങനെയുള്ള കുറച്ച് പേരുകളുള്ള സങ്കരയിനം വിത്തുകൾ അല്ലേ. നമുക്ക് കേൾക്കാൻ നല്ല രസമുണ്ട് ഒരു പേരുകളൊക്കെ അല്ലേ, ഒരു ഭംഗിയുണ്ട് കേൾക്കാൻ എല്ലാത്തിൻ്റെയും. അപ്പോൾ പിന്നെ പറയുന്നത്, വർഗ്ഗസങ്കരണത്തിലൂടെ ഗുണമേന്മയുള്ള വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളിലാണ്. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന വിത്തുകൾ കർഷകരിലെത്തിക്കുന്നു. അപ്പം വർഗ്ഗസങ്കരണത്തിലൂടെ ഗുണമേന്മയുള്ള വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന എവിടെയാണ്? കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ. എന്നിട്ട് അത് അവർക്ക് കൃഷിക്കാരിൽ എത്തുകയാണ് ചെയ്യുന്നത്. കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ. കേരള കാർഷിക സർവകലാശാല KAU, മണ്ണുത്തി, തൃശ്ശൂർ. അപ്പം കേരള കാർഷിക സർവകലാശാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിയിൽ അല്ലേ. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ കേന്ദ്രമാണ് കേരള കാർഷിക സർവകലാശാല.
വിവിധ ഇനം വിളകൾ, മൃഗങ്ങൾ, പക്ഷികൾ മുതലായവയെക്കുറിച്ചുള്ള ഗവേഷണങ്ങളും വിജ്ഞാന വ്യാപന പരിപാടികളുമാണ് മുഖ്യ പ്രവർത്തനങ്ങൾ. കേരള കാർഷിക സർവകലാശാലയുടെ പ്രാദേശിക ഗവേഷണ കേന്ദ്രങ്ങൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നു. അപ്പം എന്താണ് കേരള കാർഷിക സർവകലാശാലയുടെ പ്രാദേശിക ഗവേഷണ കേന്ദ്രങ്ങൾ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പം കേരളത്തിലെ കാർഷിക സർവകലാശാല എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ലോണം മക്കൾ വായിച്ച് നോക്കണം കേട്ടോ. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം CTCRI, ശ്രീകാര്യം, തിരുവനന്തപുരം. അപ്പോൾ എന്താണ് കേന്ദ്ര കിഴങ്ങുവിള കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യം എന്ന് പറഞ്ഞ സ്ഥലത്ത് അല്ലേ. കിഴങ്ങ് വർഗ്ഗങ്ങളെ പറ്റിയുള്ള പഠനവും അവയുടെ ഉൽപ്പാദനവുമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ കിഴങ്ങുകളുണ്ട് അല്ലേ, പലതരം കിഴങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള പഠനവും അവയുടെ ഉൽപ്പാദനത്തെ പറ്റിയൊക്കെയാണ് ഈ പറഞ്ഞ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ നിന്നാണ് ഇതൊക്കെ നടത്തുന്നത്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് RRII, കോട്ടയം. അത്യുൽപാദന ശേഷിയുള്ളതും വിവിധ ഭൂവിഭാഗങ്ങൾക്ക് അനുയോജ്യവുമായ റബ്ബർ ഇനങ്ങൾ വികസിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താണ്? നല്ല തരത്തിലുള്ളതും പിന്നെ എന്താണ് വിവിധ ഭൂവിഭാഗങ്ങൾക്ക് അനുയോജ്യമായ തരത്തിലുള്ള എന്താണ് റബ്ബർ ഇനങ്ങളാണ് ഇവിടെ വികസിപ്പിക്കുന്നത്. പിന്നെ എന്താണ്? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം CPCRI, എവിടെയാണത്? കാസർഗോഡ്. തെങ്ങ്, കവുങ്ങ്, കൊക്കോ തുടങ്ങിയവയെക്കുറിച്ചുള്ള ഗവേഷണമാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങളുടെ പ്രദേശത്തെ ഏതെങ്കിലും കാർഷിക ഗവേഷണ കേന്ദ്രമുണ്ടോ? കാർഷിക ഗവേഷണ കേന്ദ്രത്തിലേക്കോ നഴ്സറിയിലേക്കോ ഒരു പഠനയാത്ര സംഘടിപ്പിക്കൂ. ശേഖരിച്ച വിവരങ്ങൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യും. അപ്പം നിങ്ങളുടെ സ്ഥലത്ത് ഏതെങ്കിലും കാർഷിക ഗവേഷണ കേന്ദ്രം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പിന്നെ നഴ്സറി അല്ലേ, നഴ്സറി എന്ന് പറഞ്ഞാൽ നല്ല പലതരം ചെടികളുടെയും മറ്റ് ഫലവൃക്ഷങ്ങളുടെയൊക്കെ തൈകൾ കിട്ടുന്ന സ്ഥലം അല്ലേ. ഒരുപാട് തൈകൾ അവിടെ നിന്ന് കിട്ടും. അങ്ങനെയുള്ള സ്ഥലങ്ങൾ അവിടെയൊക്കെ ഒന്ന് നിങ്ങളൊരു പഠനയാത്ര പോവുക. എന്നിട്ട് അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ശേഖരിച്ച് ക്ലാസ്സിൽ ചർച്ച ചെയ്യുക. പിന്നെ എന്താണ്? വിത്തും വിളവും. അപ്പോൾ ഇവിടെ എന്താണ്? കുട്ടികളുടെ സംഭാഷണം ശ്രദ്ധിക്കുക. അപ്പം ഇവിടെ 2 കുട്ടികളുണ്ട്. അവർ 2 പേരും എന്താണ് 2 തൈ നട്ടിട്ടുണ്ട് അല്ലേ. രണ്ടും വെണ്ടയാണ്. അപ്പോൾ എന്താണ് പറയുന്നത്? ഇത് സൽകീർത്തി ഇനമാണ്, നിറയെ കായ്കൾ കണ്ടോ. മുകളിലത്തെ ആൾ പറയുന്നത് അല്ലേ. ആ ഇനത്തിൻ്റെ പേരെന്താണ്? സൽകീർത്തി. അപ്പോൾ താഴെ നിൽക്കുന്ന ആളെന്താണ് പറയുന്നത്? ഞാനും സൽകീർത്തി തന്നെയാണ് നട്ടത്, പക്ഷേ വിളവ് കുറഞ്ഞുപോയി. അപ്പം രണ്ടും വെണ്ടയാണ്, സൽകീർത്തി ഇനമാണ്. പക്ഷേ ഒരാൾക്ക് നല്ല എന്താണ് കായ്ഫലം കിട്ടി, ഒരാൾക്ക് വിളവ് കുറഞ്ഞും പോയി. 2 പേരും നട്ടത് ഒരേ ഇനം വെണ്ട തന്നെയാണല്ലോ അല്ലേ. എന്താ? സൽകീർത്തി ഇനാണല്ലേ നട്ടത്. എന്നിട്ടും ഒരാൾക്ക് ഉൽപ്പാദനം കുറയാൻ കാരണമെന്താവും? മികച്ച വിളവ് ലഭിക്കാൻ നല്ല വിത്ത് മാത്രം മതിയോ? മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് നാം പരിഗണിക്കേണ്ടത്? ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. അപ്പം നമുക്ക് നന്നായി കായ്ഫലം കിട്ടാൻ വെറും നല്ല വിത്ത് മാത്രം മതിയോ? വേറെ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? വളക്കൂറുള്ള മണ്ണ് വേണം, പിന്നെ കീടനിയന്ത്രണം വേണം അല്ലേ. പിന്നെ എന്തൊക്കെ നമുക്ക് എഴുതാം? ആവശ്യാനുസരണമുള്ള ജലസേചനം, ശരിയായ വളപ്രയോഗം, കളനിയന്ത്രണം. അപ്പോൾ അത്യാവശ്യത്തിന് ജലം ലഭിക്കണം, ശരിയായ രീതിയിൽ നമ്മൾ വളം പ്രയോഗം നടത്തണം അല്ലേ, വളം നൽകണം. പിന്നെ എന്താണ്? കളനിയന്ത്രണം അല്ലേ. നമ്മൾ നടുന്ന ചെടികളുടെ ചുറ്റും എന്താണ് വേണ്ടാത്ത ചെറിയ ചെടികളും പിന്നെ എന്താണ് പുല്ലുകളൊക്കെ വളരും അല്ലേ. അതിന് കളകൾ എന്നാണ് പറയുന്നത്. അതൊക്കെ നമ്മൾ പറിച്ച് മാറ്റണം. എന്നാലേ നമുക്ക് നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള ശരിയായ രീതിയിലുള്ള കായ്ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ. വളക്കൂറുള്ള മണ്ണ്. നല്ല വിളവ് ലഭിക്കാൻ ശരിയായ വളപ്രയോഗം വേണമല്ലോ അല്ലേ. നമ്മളിപ്പോൾ അത് പറഞ്ഞു. നിങ്ങളുടെ പ്രദേശത്തെ കർഷകർ സാധാരണ ഏതെല്ലാം വളങ്ങളാണ് ഉപയോഗിക്കാറുള്ളത്? പ്രദേശത്തെ കർഷകരുമായി അഭിമുഖം നടത്തി ലിസ്റ്റ് തയ്യാറാക്കൂ. അപ്പം നിങ്ങളുടെ നാട്ടിലുള്ള കർഷകർ അവർ കൃഷി ചെയ്യുമ്പോൾ ഏതൊക്കെ വളങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ അവരോട് ചോദിച്ച് അതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കണം അല്ലേ. അപ്പോൾ ഇവിടെ എന്തൊക്കെ തന്നത്? ചാണകമുണ്ട്, യൂറിയ ഉണ്ട് അല്ലേ. അതൊക്കെ കർഷകർ ഉപയോഗിക്കുന്നതാണ്. പിന്നെ കുറേ എഴുതാനുണ്ട്, നമുക്കൊന്ന് എഴുതി നോക്കാം. ഏതൊക്കെ ഉണ്ടെന്ന് നോക്കാം. കമ്പോസ്റ്റ്, ചാരം, പൊട്ടാഷ്, ഫോസ്ഫേറ്റ് വളങ്ങൾ, കടലപ്പിണ്ണാക്ക്, NPK വളം, ജീവാമൃതം. നിങ്ങൾ തയ്യാറാക്കിയ ലിസ്റ്റ് താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ എന്നിവ പരിശോധിച്ച് വളങ്ങളെ ജൈവവളങ്ങൾ, രാസവളങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ച് പട്ടികപ്പെടുത്തുക. അപ്പോൾ ഇവിടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ, കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ജൈവവളങ്ങളുണ്ട്, രാസവളങ്ങളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണത് ഉള്ളത്? ഒന്ന് കമ്പോസ്റ്റ് വളം, NPK വളം, എല്ലുപൊടി, കോഴിക്കാഷ്ടം എന്നിവയുണ്ട് അല്ലേ. അപ്പം നമുക്ക് ഇതൊക്കെ എല്ലാം എന്താക്കുകയാണ്, നമ്മൾ ശേഖരിച്ച വിവരങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എന്താക്കണം, ഒരു പട്ടിക ഉണ്ടാക്കി അതിൽ
എഴുതണം അല്ലേ, ഏതൊക്കെയുണ്ട് ജൈവവളങ്ങൾ, ഏതൊക്കെയുണ്ട് രാസവളങ്ങൾ എന്നുള്ളത്. അപ്പം ഇവിടെ ജൈവവളങ്ങൾക്കും രാസവളങ്ങൾക്കും ഓരോ ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ജൈവവളത്തിൻ്റെ ഒരു ഉദാഹരണം ചാണകം, രാസവളത്തിൻ്റെ ഒരു ഉദാഹരണം യൂറിയയാണ്. അപ്പം വേറെ എന്തൊക്കെ നമുക്ക് ഇത് രണ്ടും എഴുതാം? എന്തൊക്കെയാണ് ജൈവവളത്തിന് വേറെ എന്തൊക്കെ നമുക്ക് എഴുതാം? കമ്പോസ്റ്റ്, ചാരം, ജീവാമൃതം, കടലപ്പിണ്ണാക്ക്. പിന്നെ രാസവളത്തിനോ NPK വളം, പൊട്ടാഷ്, സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ്, SSP എന്ന് പറയും കേട്ടോ. ഡൈ അമോണിയം ഫോസ്ഫേറ്റ്, DAP എന്നും പറയും. അപ്പോൾ അതൊക്കെ നമുക്ക് എഴുതാം. അധിക വായനയ്ക്ക് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന കൃഷിശാസ്ത്രജ്ഞനാണ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ വികസിപ്പിക്കുകയും കർഷകർക്കിടയിൽ പ്രചരിപ്പിക്കുകയും അതുവഴി ഭക്ഷ്യോൽപാദന മേഖലയിൽ കുതിച്ചുചാട്ടം സാധ്യമാക്കുകയും ചെയ്തു. തെക്കു കിഴക്കേഷ്യയിലെ മിക്ക രാജ്യങ്ങളെയും പട്ടിണിയിൽ നിന്ന് കരകയറ്റിയത് അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങളായിരുന്നു. മാഗ്സസേസെ വേൾഡ് ഫുഡ് പ്രൈസ്, പത്മഭൂഷൺ എന്നീ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് ഡോക്ടർ MS സ്വാമിനാഥൻ. ജൈവവളങ്ങളുടെയും രാസവളങ്ങളുടെയും പ്രത്യേകതകൾ താഴെ പട്ടികയിൽ കൊടുത്തിരിക്കുന്നു. പട്ടിക അപഗ്രഥിച്ച് നിങ്ങളുടെ നിരീക്ഷണങ്ങൾ ശാസ്ത്രപുസ്തകത്തിൽ രേഖപ്പെടുത്തൂ. അപ്പോൾ എന്തൊക്കെയാണ് പട്ടികയിൽ തന്നെ? ജൈവവളങ്ങളും രാസവളങ്ങളും അല്ലേ. ജൈവവളങ്ങൾക്ക് എന്താണ്? ജൈവവസ്തുക്കളിൽ നിന്ന് ലഭിക്കുന്നു. ജൈവവളം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ജൈവവസ്തുക്കളിൽ നിന്ന്. കൂടുതൽ അളവിൽ വേണ്ടിവരും. ഇപ്പം ജൈവവളം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് കൂടുതൽ ഉപയോഗിക്കണം. പിന്നെ മണ്ണിന് ദോഷകരമല്ല. ഒരു നിശ്ചിത ഘടകം മാത്രമായി നൽകാൻ കഴിയില്ല. അപ്പം ജൈവവളത്തിന് ഒരു നിശ്ചിത ഘടകം മാത്രമായിട്ട് ജൈവവളം നൽകാൻ കഴിയില്ല. പിന്നെന്താ? രാസവളത്തിൻ്റെ പ്രത്യേകത എന്താണ്? രാസവസ്തുക്കൾ ഉപയോഗിച്ച് വ്യാവസായികമായി നിർമ്മിക്കുന്നു. കുറഞ്ഞ അളവിൽ മതി. ജൈവവളത്തെ അപേക്ഷിച്ച് കുറഞ്ഞ അളവിൽ ഇത് ഇട്ടാൽ മതി കൃഷിക്ക്. അമിതമായ ഉപയോഗം മണ്ണിൻ്റെ ഘടനയെ നശിപ്പിക്കുന്നു. അപ്പം ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് മണ്ണിൻ്റെ ഘടനയെ നശിപ്പിക്കുന്നുണ്ട്. പിന്നെ ആവശ്യമുള്ള ഘടകം മാത്രമായി നൽകാം. എന്നാണോ വേണ്ടത് അത് മാത്രമായിട്ട് ഇത് രാസവളം നമുക്ക് നൽകാൻ പറ്റും കൃഷിക്ക്. അപ്പം അത് നിരീക്ഷിച്ചാൽ എന്തൊക്കെയാണ് നമുക്ക് അറിയാൻ പറ്റുക? എന്താണ് നിരീക്ഷണം? എന്താണ്? ലഭ്യമായതും ചിലവ് കുറഞ്ഞതുമായ ജൈവവളങ്ങൾ പരമാവധി ഉപയോഗിക്കുകയും മണ്ണിലെ പോഷകങ്ങളുടെ ലഭ്യതക്കുറവ് മനസ്സിലാക്കി അതിനുവേണ്ട രാസവളങ്ങളും ഉപയോഗിച്ചാൽ വിളവ് നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ കഴിയും. രാസവളം അമിതമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ജൈവവളങ്ങൾക്കും രാസവളങ്ങൾക്കും അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടല്ലോ. ജൈവവളം കൂടുതലും രാസവളം കുറവും ഉപയോഗിക്കുന്ന സമ്മിശ്ര വളപ്രയോഗ രീതിയാണ് നമ്മുടെ നാട്ടിലെ കർഷകർ പിന്തുടരുന്നത്. വിളവ് മെച്ചപ്പെടുത്താനായി ജീവാണുവളങ്ങളും കർഷകർ ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത എന്താണ്? കീടനിയന്ത്രണം അല്ലേ. കർഷകർ നേരിടുന്ന വലിയ പ്രശ്നമാണല്ലോ വിളകളെ ബാധിക്കുന്ന കീടങ്ങൾ അല്ലേ. കർഷകർക്കിടയിൽ എന്താണ്? വിളകൾ നശിപ്പിക്കുന്ന കീടങ്ങൾ ഉണ്ടല്ലേ. കൃഷി ചെയ്യുമ്പോൾ അത് എന്താണ്? കീടങ്ങൾ വിളകളെ നശിപ്പിക്കുന്നു. അത് കർഷകർക്ക് വലിയ പ്രശ്നമാണ്. കർഷകർക്ക് മാത്രമല്ല അവരെ ആശ്രയിച്ച് കഴിയുന്ന നമ്മളും ഇതിൽ വളരെ അല്ലേ, നമുക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും അത് അല്ലേ. ആവശ്യത്തിന് പച്ചക്കറികളും മറ്റ് ധാന്യങ്ങളും അതൊക്കെ കിട്ടിയിട്ടില്ലെങ്കിൽ എല്ലാവരും ബുദ്ധിമുട്ടും അല്ലേ. എങ്ങനെയാണ് കീടബാധ നിയന്ത്രിക്കുക? താഴെ കൊടുത്തിരിക്കുന്ന സംഭാഷണം ശ്രദ്ധിക്കൂ. നമുക്ക് താഴോട്ട് വായിച്ചു നോക്കാം. അതിൻ്റെ ഇവിടെ എന്താണ് വേറെ ഉള്ളത്? അധിക വായനയ്ക്ക് ജീവാണുവളം, മൈക്രോബയൽ ഫെർട്ടിലൈസർ, സൂക്ഷ്മജീവികളെ ഉപയോഗപ്പെടുത്തിയുള്ള വളപ്രയോഗ രീതിയാണ് ജീവാണു വളപ്രയോഗം. സ്യൂഡോമോണാസ്, അസോസ്പെറില്ലം എന്നിവ ജീവാണുവളങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇപ്പം പറഞ്ഞില്ലല്ലേ എന്താണ് അവർ പറയുന്നത് എന്നുള്ളത്. നമുക്കത് വായിച്ചു നോക്കാം. ആദ്യത്തെ ആൾ പറയുകയാണ്, ഞാൻ നന്നായി രാസകീടനാശിനി തളിക്കും, ഒറ്റ പ്രാണിയുമില്ല. അപ്പോൾ അടുത്ത ആൾ എന്താണ് പറയുന്നത്? ഞാൻ പുകയില കഷായമാണ് തളിക്കുന്നത്, പ്രാണികൾ കുറേയൊക്കെ പോയി. അപ്പോൾ ഒരാൾ പറയുകയാണ്, വിളക്ക് കെണിവെച്ചും പ്രാണികളെ നശിപ്പിക്കാം കേട്ടോ. അപ്പോൾ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുള്ള രീതിയാണത്. പ്രാണികളെ എനിക്ക് വലിയ ഇഷ്ടമാണ്, എത്ര കിട്ടിയാലും ഞാൻ തിന്നു തീർക്കും. അതാരാണ് പറയുന്നത്? തവളയാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഓരോരുത്തരും പറഞ്ഞത് നമ്മൾ കേട്ടില്ല അല്ലേ, നമ്മൾ വായിച്ചു. അപ്പം ഇതല്ലാതെ സസ്യങ്ങളെ ബാധിക്കുന്ന കീടങ്ങളെ നിയന്ത്രിക്കാനുള്ള വിവിധ മാർഗ്ഗങ്ങൾ, മറ്റ് മാർഗ്ഗങ്ങൾ എഴുതാനാണ് പറഞ്ഞത്. അപ്പം കീടനിയന്ത്രണ മാർഗ്ഗങ്ങൾ. അപ്പോൾ ഒന്ന് ജൈവ നിയന്ത്രണം അല്ലേ. ഇതിൽ കാണുന്നില്ലേ വട്ടച്ചായി, എന്താണിത്? ലേഡി ബഗ്. ഈ ഷഡ്പദം ചെടികളിൽ വളരുന്ന പല കീടങ്ങളെയും തിന്നു നശിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള മറ്റൊരു മിത്രകീടമാണ് ട്രൈക്കോഗ്രാമ. ഇതുപോലെ തവള, അരണ, ഓന്ത്, വണ്ട് തുടങ്ങിയ ജീവികൾ വിളകളെ ബാധിക്കുന്ന കീടങ്ങളെ തിന്നു നശിപ്പിക്കുന്നു. ഇത്തരം കീടനിയന്ത്രണമാണ് ജൈവ നിയന്ത്രണം. കീടനാശിനികൾ പ്രയോഗിക്കുമ്പോൾ കീടങ്ങളോടൊപ്പം മിത്രകീടങ്ങളും നശിക്കുന്നു. അപ്പം നമ്മൾ എന്താണ് ജൈവ കീടനിയന്ത്രണം അല്ലേ, അത് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതും അല്ലേ, കീടനാശിനികൾ
പ്രയോഗിച്ചിട്ടും എന്താണ് കീടങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് മിത്രകീടങ്ങളും അതിലൂടെ നശിച്ചു പോകുന്നുണ്ട്. യാന്ത്രിക നിയന്ത്രണം. ചിലയിനം പച്ചക്കറികളുടെ കായ്കൾ നശിപ്പിക്കുന്ന ഒരുതരം സ്വർണ്ണ നിറമുള്ള ഈച്ചയെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് കൃഷിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും അത്തരം ഈച്ചകളെ. ഇവയെ നശിപ്പിക്കാനുള്ള ഒരു സൂത്രം പരിചയപ്പെടാം. ഒരു പിടി തുളസി ഇല ചതച്ച് ഒരു സ്റ്റീൽ പ്ലേറ്റിൽ വെക്കുക. അല്പനേരം കഴിഞ്ഞ് ഈ പ്ലേറ്റ് നിരീക്ഷിക്കൂ. തുളസി ഇലയുടെ മണം മൂലം സ്വർണ്ണ നിറമുള്ള ഈച്ചകൾ പ്ലേറ്റിൽ വരുന്നത് കാണുന്നില്ലേ? ഇവയെ നശിപ്പിക്കുന്നത് വഴി വീട്ടിലെ പച്ചക്കറികളെ സംരക്ഷിക്കുകയും ചെയ്യാം. ഇങ്ങനെ കെണികൾ ഉപയോഗിച്ചോ കൈകൊണ്ട് പെറുക്കി മാറ്റിയോ കീടങ്ങളെ നിയന്ത്രിക്കുന്ന രീതിയാണ് യാന്ത്രിക നിയന്ത്രണം. ഇതിനായി ഉപയോഗിക്കുന്ന ഒരിനം കെണിയാണ് ഫെറമോൺ കെണി. ഇത് മാർക്കറ്റിൽ ലഭ്യമാണ്. കീടനാശിനികൾ. കീടനാശിനികൾ 2 തരമുണ്ട്: രാസകീടനാശിനികളും ജൈവ കീടനാശിനികളും. രാസകീടനാശിനികൾ എന്താണ്? രാസവസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച കീടനാശിനികളാണ് രാസകീടനാശിനികൾ. ജൈവ കീടനാശിനികളോ? കീടനാശിനികളെ അപേക്ഷിച്ച് ദോഷം കുറഞ്ഞവയാണ് ജൈവ കീടനാശിനികൾ. പുകയില കഷായം, വേപ്പെണ്ണ, ഇമർഷൻ, വെളുത്തുള്ളി കാന്താരി മിശ്രിതം തുടങ്ങിയവ ജൈവ കീടനാശിനികളാണ്. പല ജൈവ കീടനാശിനികളും ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. നമുക്കൊരു ജൈവ കീടനാശിനി നിർമ്മിച്ചാലോ? പുകയില കഷായം. അപ്പോൾ എന്താണ് അതിന് വേണ്ടത്? 100 ഗ്രാം പുകയില ചെറുകഷ്ണങ്ങളാക്കി 1.5 ലിറ്റർ വെള്ളത്തിൽ ഒരു ദിവസം കുതിർത്തി വെക്കുക. ഇത് പിഴിഞ്ഞ് അരിച്ചെടുക്കുക. ഇതിൽ 10 ഗ്രാം ബാർ സോപ്പ് ലയിപ്പിക്കുക. പുകയില കഷായം തയ്യാറായി. ഇതിൽ ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് ചെടികൾക്ക് തളിക്കാം. അപ്പോൾ നല്ല വിളവ് ലഭിക്കാൻ നമ്മളിപ്പോൾ ഓരോരുത്തർ നമ്മൾ കീടനാശിനികളും ഒക്കെ പ്രയോഗിക്കുന്നുണ്ട് അല്ലേ? കീടനാശിനിയും ജൈവ കീടനാശിനിയും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് മാത്രം മതിയോ? അല്ലല്ലേ. നമ്മൾ കളകളെ നിയന്ത്രിക്കണം. കളകൾ എന്ന് പറഞ്ഞാൽ അറിയില്ലല്ലേ? ഈ നമ്മൾ കൃഷി ചെയ്യുന്ന ചെടിയുടെ താഴത്തോട്ടൊക്കെ അല്ലേ ഈ ചെറിയ പുല്ല് പോലെ പുല്ല് ഇങ്ങനെ ചെറിയ ചെറിയ കാടുകളായിട്ട് വളരുന്നതാണ് കളകൾ. അപ്പോൾ അതും നമ്മൾ നിയന്ത്രിച്ചിട്ടില്ല എന്ത് ചെയ്യും? നമ്മൾ ചെയ്യുന്ന വളമൊക്കെ ഈ നമ്മൾ കൃഷി ചെയ്യുന്ന ചെടി സസ്യം മാത്രമല്ല ഈ കളകളും വലിച്ചെടുത്ത് അവയും അങ്ങ് വലുതാവും അല്ലേ? നമ്മൾ കൃഷി ചെയ്യുന്ന ഈ സസ്യത്തിന് ആവശ്യത്തിന് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ കളകളെ നിയന്ത്രിക്കണം, കളകളെ ഒഴിവാക്കണം. എന്നാലാണ് ഈ ചെയ്യുന്ന വളമൊക്കെ ഈ സസ്യത്തിന് ലഭിച്ചിട്ട് ആ നല്ല കായ്ഫലം തരികയുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് മാർഗ്ഗങ്ങൾ? അപ്പോൾ ഒന്നിവിടെ തന്നത് കളനാശിനി പ്രയോഗിക്കൽ അല്ലേ? കള പോക്കാൻ കളനാശിനി പ്രയോഗിക്കാം. പിന്നെ വേറെന്തൊക്കെ ചെയ്യാം നമുക്ക്? പിന്നെ ഒന്ന് കള പറിക്കൽ അല്ലേ? കള നമ്മൾ ആൾക്കാരെ വെച്ചിട്ടും ഒക്കെ കള പറിച്ച് ഒഴിവാക്കും. പിന്നെ പുതയിടൽ, മൾച്ചിങ് അല്ലേ? പുതയിടൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ചില കൃഷി സ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക് കവർ കൊണ്ട് ഈ കൃഷിസ്ഥലം അങ്ങ് കവർ ചെയ്താളെ അല്ലേ? എന്നിട്ട് അതിൻ്റെ ഈ കുറച്ച് ചെറിയൊരു സ്ഥലം വെച്ചിട്ട് അവിടെ ഈ എന്താണോ കൃഷി ചെയ്യുന്നത് അത് നടും. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഈ പ്ലാസ്റ്റിക് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കള പൊന്തി വരില്ല, മുകളിലേക്ക് പൊന്തി വരില്ല, അവിടെ തന്നെ അമർന്നു പോകും. കളയ്ക്ക് വളരാൻ പറ്റില്ല. പിന്നെ അത് ചില കൃഷിയിടങ്ങളിൽ ഇങ്ങനെ ഈ പച്ച ഇലകൾ അല്ലേ, ഇലകൾ വെച്ചിട്ടും ഈ മണ്ണിൻ്റെ മുകളിൽ ഇലകൾ വെച്ച് അമർത്തി വെച്ചിട്ടും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഈ കളകൾക്ക് വളരാൻ കഴിയില്ല. അങ്ങനെയുള്ള രീതിയുണ്ട്. പിന്നെ വലിയ കൃഷിയിടങ്ങളിൽ ടില്ലർ പോലെയുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ച് കള നിയന്ത്രിക്കാറുണ്ട്. വെച്ചാൽ വലിയ രീതിയിൽ വലിയ കൃഷിയായിട്ട് ചെയ്യുന്ന ചിലർ എന്ത് ചെയ്യും? ഈ ചില ടില്ലർ പോലത്തെ ടില്ലർ വെച്ചിട്ട് ഈ കളകളെ നിയന്ത്രിക്കുന്ന രീതിയുണ്ട്. അനുയോജ്യമായ കാലാവസ്ഥയും കൃഷിയെ സ്വാധീനിക്കുന്നുണ്ട്. അതിനാൽ കാലാവസ്ഥയ്ക്ക് ഇണങ്ങിയ വിളകൾ വേണം കൃഷി ചെയ്യാൻ. അതും അങ്ങനെ അല്ലേ? കൃഷിക്ക് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ത്? കാലാവസ്ഥ നമ്മൾ ഏത് കാലാവസ്ഥയാണോ ഉള്ളത് അതിന് പറ്റിയ രീതിയിലുള്ള കൃഷി ചെയ്യണം അല്ലേ? ഓരോ കാലാവസ്ഥയിലും ചെയ്യാൻ പറ്റുന്ന കൃഷികൾ ഉണ്ട്. മികച്ച വിളവ് ലഭിക്കാൻ സഹായകമായ വിവിധ ഘടകങ്ങളെക്കുറിച്ച് നാം ഇതുവരെ ചർച്ച ചെയ്തത്. നിങ്ങൾ കൃഷി ചെയ്യുമ്പോൾ അവയൊക്കെ പരിഗണിക്കുമല്ലോ അല്ലേ? അപ്പം നിങ്ങളും ചെറിയ ചെറിയ കൃഷികളൊക്കെ നിങ്ങൾ ചെയ്യണം അല്ലേ? അമ്മമാരെ അടുക്കളത്തോട്ടമൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങളും അതിൽ സഹായിച്ചു കൊടുക്കുകയും വേണം. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യാം. അധിക വായനയ്ക്ക്. നിർമ്മിത ബുദ്ധിയും കൃഷിയും. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് കീടങ്ങളെ കണ്ടെത്തി ലേസർ ഉപയോഗിച്ച് നശിപ്പിക്കുന്ന സാങ്കേതികവിദ്യ ഇന്ന് ഉപയോഗിച്ച് വരുന്നു. പരിസ്ഥിതിക്ക് ഒട്ടും ഹാനികരമല്ല എന്നതാണ് ഇതിൻ്റെ നേട്ടം. അപ്പം ഇതൊക്കെ മക്കൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. കൂടുതൽ വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇവിടെ എന്തൊക്കെയാണുള്ളത്? ഒരുപാട് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ? ഒരുപാട് സ്ഥലങ്ങളിൽ പലതരം സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന ചിത്രമാണെന്നുള്ളത് അല്ലേ? അപ്പം എന്താണ് പറയുന്നത്? ഇവിടെ ഒരാൾ പറയുന്നത് എന്താണ്? എനിക്കും നല്ലൊരു കർഷകനാകണം. ഞാൻ എവിടെ കൃഷി ചെയ്യും? അതാണ് ഒരാൾ ചിന്തിക്കുകയാണ്. എനിക്ക് നല്ലൊരു കർഷകനാകണം, ഞാൻ എവിടെയാണ് കൃഷി ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എന്തൊക്കെയാണുള്ളത്? ഇവിടെയൊക്കെ ചെയ്യാം നമുക്ക്. വീട്ടിലെ അടുക്കളത്തോട്ടം അല്ലേ? അടുക്കള ഭാഗത്ത് ഒരു അടുക്കളത്തോട്ടമൊക്കെ ഉണ്ടാക്കാം.
സ്ത്രീകളാണ് അല്ലേ കൂടുതൽ അടുക്കളത്തോട്ടം ഉണ്ടാക്കുന്നത് അധികം സ്ത്രീകളായിരിക്കും. പിന്നെ മട്ടുപ്പാവ് അല്ലേ, മട്ടുപ്പാവ് വെച്ചാൽ മുകളിൽ അല്ലേ വീടിൻ്റെ മുകൾ ഭാഗത്ത്. പിന്നെ സ്കൂളിലെ പച്ചക്കറിത്തോട്ടം, സ്കൂളിലെ ജൈവ വൈവിധ്യ ഉദ്യാനം അല്ലേ, ഇതൊക്കെ എന്താണ് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ്. സസ്യങ്ങളുടെ തൈകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള എന്തെല്ലാം മാർഗങ്ങളാണ് നിങ്ങൾ ഇതിനകം മനസ്സിലാക്കിയത്? ഈ രീതികളിൽ ഗുണമേന്മയുള്ള തൈകൾ ഉണ്ടാക്കി നിങ്ങളുടെ സ്കൂളിലെ ജൈവ വൈവിധ്യോദ്യാനം വിപുലീകരിക്കുമല്ലോ. ഇതിനായി നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തൂ. അപ്പം ഇത് ഈ രീതിയിൽ ചെയ്യുക. എൻ്റെ ഹരിത ഡയറി, നിങ്ങളുടെ പേര്, നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് വെച്ചാൽ അതൊക്കെ പൂരിപ്പിക്കുക. പിന്നെ നിങ്ങൾ ഉൽപ്പാദിപ്പിച്ച തൈകൾ ഏതൊക്കെയാണെന്ന് എഴുതുക, ഉൽപ്പാദിപ്പിച്ച രീതി ഏതാണെന്ന് എഴുതുക. പിന്നെ അതിൻ്റെ വളർച്ചാഘട്ടങ്ങൾ അല്ലേ, ഓരോ മാസത്തെ ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഇങ്ങനെ ഓരോ മാസത്തോ എന്തൊക്കെ മാറ്റങ്ങളാണ് അതിൻ്റെ വളർച്ചാഘട്ടങ്ങളാണ് ഉണ്ടായതെന്നൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അത് ഇങ്ങനത്തെ ഒരു കള്ളി വരച്ച് പട്ടികപ്പെടുത്തി എഴുതുക. മറ്റ് കാർഷിക സംരംഭങ്ങൾ. സസ്യങ്ങൾ നട്ടുവളർത്തുന്നത് മാത്രമാണോ കൃഷി? അല്ലല്ലേ, കൃഷി ഒരുപാടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രീകരണം വിശകലനം ചെയ്ത് വിവിധ കാർഷിക മേഖലകൾ കണ്ടെത്തി ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. ഇതുമായി ബന്ധപ്പെട്ട പരമാവധി വിവരങ്ങൾ ശേഖരിച്ച് ക്ലാസ്സിൽ ഒരു ക്വിസ് സംഘടിപ്പിക്കൂ. വെറും സസ്യം മാത്രമല്ലല്ലേ, പലരും പല കൃഷിയും ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം അതിൻ്റെ ഒരു ചിത്രമാണിത് അല്ലേ. എന്തൊക്കെയുണ്ട് നമുക്ക് ആദ്യം തന്നെ എടുക്കാം. എന്താണ് പുഷ്പകൃഷി എടുക്കാം അല്ലേ. പുഷ്പകൃഷി എന്താണ് ഫ്ലോറി കൾച്ചർ. പിന്നെ എന്താണ് തേനീച്ച വളർത്തൽ, അതെന്താണ് എപ്പി കൾച്ചർ. പിന്നെ മുയൽ വളർത്തൽ എന്താണ് ക്യൂണി കൾച്ചർ. പിന്നെ കൂൺ കൃഷിയുണ്ട്, എന്താണ് മഷ്റൂം കൾച്ചർ. കോഴിക്കൃഷി പൗൾട്രി ഫാമിംഗ്. പിന്നെ കന്നുകാലി വളർത്തൽ ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ്. പിന്നെ മത്സ്യകൃഷി എന്താണ് PC കൾച്ചർ. പിന്നെ പട്ടുനൂൽപ്പുഴു വളർത്തൽ സെറി കൾച്ചർ. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് കൃഷികൾ ചെയ്യുന്നുണ്ട്. പലരും ഇങ്ങനെ ഒരുപാട് കൃഷി ചെയ്യുന്നുണ്ട്. വെറും നമ്മൾ പച്ചക്കറി കൃഷി മാത്രമല്ല കേട്ടോ, ഇതും മനസ്സിലാക്കി വെക്കണം. വിവിധ കാർഷിക സംരംഭങ്ങളും മികച്ച വിത്ത്, നടീൽ വസ്തുക്കൾ തുടങ്ങിയവ തയ്യാറാക്കുന്ന രീതികളും കൃഷി പരിപാലനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും വിവിധ കാർഷിക മേഖലകളും മനസ്സിലാക്കിയല്ലോ. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയില്ലേ, അറിഞ്ഞു. കൃഷിയെയും കർഷകരെയും സ്നേഹിച്ച് ആധുനിക കൃഷിരീതികളോടൊപ്പം നമുക്ക് മുന്നേറാം. അപ്പം കൃഷിയും എല്ലാം അല്ലേ, കൃഷിയും കർഷകരൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അവരെയൊക്കെ സ്നേഹിച്ച് ആധുനിക കൃഷി രീതിയൊക്കെ പരിചയപ്പെട്ട് നമുക്ക് അതൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. അപ്പം വിലയിരുത്താം. അപ്പോൾ ഒന്നാമത്തെ എന്താണ്, ജൈവവളത്തിന് യോജിക്കാത്ത പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക. ജൈവവളത്തിന് യോജിക്കാത്ത പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക. അപ്പോൾ ഇതിൽ എന്താണ്, എന്താണ് തന്നത്, വീടുകളിൽ നിർമ്മിക്കാം. B കൂടുതൽ അളവിൽ വേണം. C മണ്ണിൻ്റെ ഘടനയെ നശിപ്പിക്കുന്നു. നിശ്ചിത ഘടകം മാത്രമായി നൽകാൻ കഴിയില്ല. അപ്പം ഇതിലേതായിരിക്കും ഇതിൻ്റെ ശരിയായ ഉത്തരം? യോജിക്കാത്ത, ജൈവവളത്തിന് യോജിക്കാത്ത പ്രസ്താവനയായതുകൊണ്ട് ഉത്തരം മണ്ണിൻ്റെ ഘടനയെ നശിപ്പിക്കുന്നു എന്നതാണ്. അതാണ് അതിൻ്റെ ശരിയായ ഉത്തരം. രണ്ടാമത്തെ ഏതാണ്, താഴെ തന്നിരിക്കുന്നവ ഉചിതമായ രീതിയിൽ വരച്ചു യോജിപ്പിക്കൂ. അപ്പം താഴെ എന്തൊക്കെ തന്നിട്ടുണ്ട്, എപ്പി കൾച്ചർ, ക്യൂണി കൾച്ചർ, സെറി കൾച്ചർ, PC കൾച്ചർ. അപ്പോൾ അതിൻ്റെ ഉത്തരങ്ങളായിട്ട് എന്തൊക്കെയാണ്, മത്സ്യം വളർത്തൽ, പട്ടുനൂൽ പുഴു വളർത്തൽ, തേനീച്ച വളർത്തൽ, മുയൽ വളർത്തൽ, ഇങ്ങനെയാണ്. അപ്പം ഇതിലേതൊക്കെ നമുക്ക് അതിൻ്റെ ശരിയായത് യോജിപ്പിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് യോജിപ്പിക്കേണ്ടത്? അപ്പം ഏതാണ് എപ്പി കൾച്ചർ, അത് എന്താണ് തേനീച്ച വളർത്തൽ. അടുത്ത എന്താണ് ക്യൂണി കൾച്ചർ, അത് മുയൽ വളർത്തൽ. പിന്നെ സെറി കൾച്ചർ, അത് പട്ടുനൂൽപ്പുഴു വളർത്തൽ. PC കൾച്ചർ മത്സ്യം വളർത്തൽ. അപ്പോൾ ഇതിങ്ങനെയാണ് യോജിപ്പിക്കേണ്ടത്. പതിവെക്കലിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ അല്ലേ, നമ്മളത് പഠിച്ച കാര്യമാണ് പതിവെക്കൽ എന്ന രീതി. അപ്പം ഒന്നാമത്തെ എന്താണ്, ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പതിവെക്കൽ രീതിയുടെ പേര് എന്താണ്? ചിത്രം കാണുന്നില്ലേ, അതിൽ പതിവെച്ച രീതിക്ക് പറയുന്ന പേരെന്താണ്? B ആണ് അടുത്തത്. ഈ രീതിയിൽ പതിവെക്കുമ്പോൾ ചിത്രത്തിൽ കാണിച്ച A, B, C എന്നീ സ്ഥാനങ്ങളിൽ എവിടെയാണ് മുറിക്കേണ്ടത്? ഏത് സ്ഥാനത്തായിരിക്കും മുറിക്കേണ്ടത്? എവിടെയാണ്? B അല്ലേ, B നേടിയ നമ്പർ സ്ഥലം കാണുന്നില്ലേ, അവിടെയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. പിന്നെ നാലാമത്തെ എന്താണ്, ചിത്രം ശ്രദ്ധിക്കൂ. അപ്പം A, B എന്നിവയിൽ സയൺ, സ്റ്റോക്ക് എന്നിവ ഏതാണ്? A, B ചിത്രം കാണുന്നില്ലേ, അപ്പം അതിൽ സയൺ ഏതാണ്, സ്റ്റോക്ക് ഏതാണെന്നാണ് ചോദിച്ചത്. A സയണും B റൂട്ട് സ്റ്റോക്കും ആണ് കേട്ടോ. A സയണായിട്ടാണ് വരുന്നത്, B റൂട്ട് സ്റ്റോക്ക് ആയിട്ടാണ് വരുന്നത്. അടുത്ത എന്താണ്, B നാടൻ മാവിൽ മൽഗോവയുടെ കമ്പ് ഒട്ടിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്ത്? നാടൻ മാവില്ലേ, അതിൻ്റെ മുകളിൽ മൽഗോവയുടെ കമ്പ് നമ്മൾ ഒട്ടിക്കുന്ന രീതിയൊക്കെ പഠിച്ചതല്ലേ, അങ്ങനെ ചെയ്യുന്നതിൻ്റെ പ്രയോജനം എന്താണെന്ന്. എന്തൊക്കെ ഗുണങ്ങളുണ്ടാവും? നമ്മുടെ മണ്ണിൽ നന്നായി വളരും, മൽഗോവയുടെ മാങ്ങ ലഭിക്കും അല്ലേ, മൽഗോവ മാമ്പഴമല്ലേ, അത് ലഭിക്കും. പിന്നെ വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും.
രോഗപ്രതിരോധ ശേഷി കൂടും. അപ്പം ഇങ്ങനെ അത് ചെയ്യുമ്പോൾ നാടൻ മാവിൽ ഈ മൽഗോവയുടെ കമ്പോട്ടിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളാണ് അത്. അടുത്ത സി, നാടൻ മാവിൻ്റെ കമ്പ് തന്നെ ഒട്ടിച്ചാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് നാടൻ മാവിൽ മൽഗോവയുടെ കാര്യമാണ് പറഞ്ഞല്ലേ. ഇപ്പം നാടൻ മാവിൻ്റെ കമ്പ് തന്നെ ഒട്ടിച്ചാൽ എന്തെങ്കിലും ഗുണമുണ്ടോന്നാ അല്ലേ? പ്രയോജനം ഉണ്ട്. വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. പ്രയോജനം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് എന്താണ്, വേഗം പൂക്കുകയും ചെയ്യും, കായ്ക്കുകയും ചെയ്യും. പിന്നെ അടുത്ത എന്താണ്, കീടനിയന്ത്രണത്തിന് സ്വീകരിക്കാവുന്ന വിവിധ മാർഗങ്ങൾ പട്ടികപ്പെടുത്തുക. ഓരോ മാർഗത്തിനും ഓരോ ഉദാഹരണം എഴുതൂ. അപ്പോൾ കീടനിയന്ത്രണത്തിന് സ്വീകരിക്കാവുന്ന വിവിധ മാർഗങ്ങളാണ് വേണ്ടത്, അതിൻ്റെ ഓരോരോ ഉദാഹരണങ്ങളും. അപ്പോൾ ഇതൊക്കെ എഴുതാം നമുക്ക്. അപ്പോൾ നമുക്ക് ഇതൊരു ബോക്സ് ആക്കിയിട്ടൊക്കെ എഴുതാം അല്ലേ. ഓരോന്നും ഓരോ കള്ളിയാക്കിയിട്ട് എഴുതാം. കീടനിയന്ത്രണ മാർഗ്ഗം എഴുതാം, പിന്നെ അടുത്തത് ഒരു ഉദാഹരണമായിട്ടും എഴുതാം. അപ്പോൾ എന്താണ്, ഫസ്റ്റത്തെ ജൈവ നിയന്ത്രണം. അപ്പോൾ എങ്ങനെയാണത്, വാഴയിൽ ഒരു പ്രത്യേക ഫംഗസ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് പനാമ രോഗം. ഇതിനെ പ്രതിരോധിക്കാനായി ട്രൈക്കോഡർമ എന്ന മിത്ര ഫംഗസ് ഫലപ്രദമായി ഉപയോഗിക്കുന്നു. അടുത്തേതാണ് യാന്ത്രിക നിയന്ത്രണം. മഞ്ഞക്കെണി കൃഷിയിടത്തിലെ വെള്ളീച്ചകളെ നശിപ്പിക്കാൻ മഞ്ഞക്കെണി ഉപയോഗിക്കുന്നു. പിന്നെ അടുത്തെന്താണ്, കീടനാശിനികൾ. പുകയില കഷായം ഒരു ജൈവ കീടനാശിനിയാണ്. ഇലപ്പേൻ, മുഞ്ഞ, ശൽക്കകീടങ്ങൾ തുടങ്ങിയ നീരൂറ്റി കുടിക്കുന്ന പ്രാണികളെ പുകയില കഷായം തളിക്കുന്നതിലൂടെ നിയന്ത്രിക്കാവുന്നതാണ്. തുടർ പ്രവർത്തനങ്ങൾ. ഒന്നാമത്തെ എന്താണ്, കൃഷി അന്നും ഇന്നും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് കൃഷിച്ചൊല്ലുകൾ, ചിത്രങ്ങൾ, കർഷകരോട് ചോദിച്ചറിഞ്ഞ വിവരങ്ങൾ എന്നിവ ചേർത്ത് കൃഷിപ്പതിപ്പ് തയ്യാറാക്കും. അത് മക്കൾ ചെയ്യണം കേട്ടോ. കൃഷിച്ചൊല്ലുകളുണ്ട്, അതിലെ ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് ശേഖരിക്കാൻ പറ്റും. അതൊക്കെ ചേർത്തിട്ട് കർഷകരോട് ചോദിച്ചറിഞ്ഞ വിവരങ്ങളൊക്കെ ചേർത്തിട്ട് നിങ്ങളൊരു കൃഷിപ്പതിപ്പ് തയ്യാറാക്കണേ മക്കളെ. പിന്നെ എന്താണ് രണ്ടാമത്തത്, ചിത്രം ശ്രദ്ധിക്കൂ. ഇവിടെ ഒരു ചിത്രം കാണുന്നുണ്ട് അല്ലേ. എന്താണത്, മൾച്ചിങ്. അപ്പം ചില പ്രദേശങ്ങളിൽ കൃഷിയിടങ്ങളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ച് പുതയിടൽ മൾച്ചിങ് നടത്തുന്നുണ്ട്. ഇതിൻ്റെ നേട്ടങ്ങൾ ശാസ്ത്രപുസ്തകത്തിൽ എഴുതൂ. അപ്പോൾ ഇതാണ് എന്താണ്, പുതയിടൽ, മൾച്ചിങ് എന്ന് പറഞ്ഞ രീതി. അപ്പം അതിൻ്റെ നേട്ടങ്ങൾ നമുക്കൊന്ന് എഴുതാം. എന്തൊക്കെ എഴുതാം നമുക്ക്, ഈർപ്പം നിലനിർത്താൻ സഹായിക്കും, കള നിയന്ത്രിക്കാം, മണ്ണിൻ്റെ ഊഷ്മാവ് നിയന്ത്രിക്കാം, മണ്ണൊലിപ്പ് തടയാം, ചിലതരം കീടങ്ങളെയും രോഗങ്ങളെയും നിയന്ത്രണ വിധേയമാക്കാം, കൂടുതൽ വിളവ് ലഭിക്കും. അപ്പം ഇത് എന്താണല്ലേ മൾച്ചിങ് രീതി കൊണ്ടുള്ള ഗുണങ്ങളാണ് ഈ പറഞ്ഞത്. 7ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ ആദ്യത്തെ പാഠമായ വിളയിക്കാം നൂറുമേനി എന്നതിൻ്റെ പാർട്ട് 2 ഇവിടെ കഴിഞ്ഞു. പാർട്ട് 1ൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇതിൽ ചെയ്യാനുള്ള വർക്കുകളൊക്കെ എല്ലാവരും ചെയ്യുക. പിന്നെ ഇത് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഇതിൻ്റെ വീഡിയോ സുഹൃത്തുക്കൾക്കോ മറ്റാർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. അപ്പോൾ നമുക്കിനി അടുത്ത പാഠമായിട്ട് കാണാം.